ഒരു കുഞ്ഞിന് അമ്മയുടെ പാലല്ലാത്ത മറ്റു ഭക്ഷണം എപ്പോൾ കൊടുത്തു തുടങ്ങാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം, 6 മാസം അല്ലെ? പ്രായം തികഞ്ഞ് ജനിച്ച ഒരു കുട്ടിക്ക് 6 മാസത്തിൽ കൊടുത്തു തുടങ്ങാം. പക്ഷെ ചോദ്യം വരുന്നത്, ഒരു പ്രീ ടൈം ആയി ജനിക്കുന്ന കുട്ടിക്ക് ഈ എപ്പോൾ കൊടുത്തു തുടങ്ങാം? അവനക്കും 6 മാസം തന്നെയാണോ? അങ്ങനെ 6 മാസത്തിലാണെങ്കിൽ അത് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് വരുന്ന 6 മാസമാണോ, അതോ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുന്നതിൽ നിന്നും കുട്ടി എത്ര മാസം മുമ്പ് ജനിച്ചോ അത് മൈനസ് ചെയ്തിട്ട് എപ്പോഴാണോ 6 മാസം ആകുന്നത് അപ്പോഴാണോ, അതായത് കറക്റ്റ് ഏജ് ആണോ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഒറ്റ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് 2017-18 സമയത്ത് ഇറ്റലിയിൽ ഇതേ ചോദ്യം അവിടുത്തെ പീഡിയാട്രീഷ്യൻസിനോട് ചോദിച്ചു. അതൊരു സർവേ ആയി, ഒരു പഠന റിപ്പോർട്ടായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പല ഡോക്ടർമാരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് അങ്ങനെ പലരും പല അഭിപ്രായം പറയാൻ കാരണം എന്നുള്ളതും ആ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട്. കാരണം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു ഗൈഡ് ലൈൻ. എന്തിനുള്ള ഗൈഡ് ലൈൻ? പ്രീ ടേം കുട്ടികൾക്ക് എന്ന് ഫീഡിങ് തുടങ്ങണം എന്നുള്ളതിനുള്ള ഗൈഡ് ലൈനിന്റെ അഭാവമാണ് പല ഡോക്ടർമാരും പല അഭിപ്രായം പറയാൻ കാരണം. ആ 2018-17 വരെ ഫീഡിങ്ങുമായി, പ്രീ ടേമിന്റെ ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് ആർട്ടിക്കിൾ സെർച്ച് ചെയ്തോളൂ, അവിടെയൊക്കെ ഇതേ കാര്യം പറയുന്നുണ്ട്. അതിലൊക്കെ മെൻഷൻ ചെയ്തു പോകുന്ന കാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഗൈഡ് ലൈൻസിന്റെ അഭാവം ഉണ്ടെന്നുള്ളത്. പിന്നെ അതിനുശേഷം 2022 ഇറ്റലിയിൽ നിന്ന് തന്നെ അവരുടെ പീഡിയാട്രിക് ഡോക്ടർമാരുടെയും ന്യൂബോൺ ഡോക്ടർമാരുടെയും അതുപോലെ ഗാസ്ട്രോ എൻട്രോളജി ഡോക്ടർമാരുടെയും ഈ 3 ഡോക്ടർമാരുടെയും കൂടെ സംഘടന ഒരുമിച്ച് ഒരു കോംപ്ലിമെന്ററി ഫീഡിങ്ങിന്റെ ഗൈഡ് ലൈൻ പ്രീ ടേംസിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അത് പ്രകാരം അവർ പറയുന്നത് 5 മാസം തൊട്ട് 7 അല്ലെങ്കിൽ 8 മാസത്തിനിടയ്ക്ക്, ഈ സമയത്തിനിടയ്ക്ക് എപ്പോഴും തുടങ്ങാം. അത് അവർ പറയുന്നത് ബർത്ത് ഡേറ്റ് വെച്ചുള്ള മന്ത് ആണ് കേട്ടോ, കറക്റ്റ് ഡേറ്റ് അല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഈ സമയത്തിന് 5 മാസത്തിന് 8 മാസത്തിന് ഇടക്കാണല്ലോ 6 വരുന്നത്. അപ്പൊ നമ്മുടെ ടേം ബേബീസിന് നമ്മൾ 6 മാസം കൊടുക്കുന്നത്. അപ്പൊ അതേ 6 മാസം ഇവർക്കും ഫോളോ ചെയ്യാമെന്ന് തന്നെയാണ് ആ ഗൈഡ് ലൈൻ അവർ പറയുന്നത്. അപ്പൊ അത് വ്യക്തമാണല്ലോ. ഇനി അതിനുശേഷം കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2023 നമ്മുടെ WHO ഒരു പ്രീ ടേമിന്റെ കെയറുമായി ബന്ധപ്പെട്ട ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് ലൈനിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എത്ര കാലം വരെ വേണമെന്ന ഒരു പുതിയ അപ്ഡേറ്റഡ് റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. അതിലും പറയുന്നത് 6 മന്ത് വരെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് മതി, അതിനുശേഷം തുടങ്ങാം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇറ്റലിയുടെ ആ റെക്കമെൻഡേഷനിൽ ഒരു കാര്യം മെൻഷൻ ചെയ്തു പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, 6 മാസം നിങ്ങൾക്ക് തുടങ്ങാം എന്നുണ്ടെങ്കിൽ കൂടി കുട്ടിയുടെ കറക്റ്റഡ് ഏജ്, അതായത് കുട്ടി ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കിട്ടുന്നതിൽ നിന്നും നിങ്ങൾ കുട്ടി എത്ര മാസം മുമ്പ് ജനിച്ചോ അത്രയും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണല്ലോ കറക്റ്റഡ് ഏജ്. അത് ഏറ്റവും ചുരുങ്ങിയത് 3 മാസമെങ്കിലും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു 3 മാസം ഉള്ള കുട്ടിയുടെ ഡെവലപ്മെന്റ് എങ്കിലും ഉണ്ടായിരിക്കണം, എന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ രണ്ടാമത് പറഞ്ഞ ഭാഗം കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം കമന്റിൽ. ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രീ ടൈം ആയി, ഇപ്പൊ 28 ആഴ്ച അല്ലെങ്കിൽ 29 ആഴ്ച അത്രയും പ്രീ ടൈം, അതിനു മുമ്പ് പോലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കണ്ട് ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് അസസ് ചെയ്തിട്ട് ആ പീഡിയാട്രീഷ്യന്റെ തീരുമാനപ്രകാരം തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ഒരു 30 വീക്ക് 31 വീക്ക് 32 വീക്ക് അതിനൊക്കെ ശേഷം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് എന്നാണോ 6 മാസം ആകുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുള്ള 6 മാസമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, കുട്ടിയുടെ തല ഉറച്ചിട്ടുണ്ട്, ഫീഡിങ് കൊടുക്കുമ്പോൾ മറ്റേ ആസ്പിറേഷൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ കാണിക്കുന്ന പീഡിയാട്രീഷ്യന്റെ തീരുമാനത്തെ ആണ് നിങ്ങൾ മാനിക്കേണ്ടത്. അവരെന്ന് പറയുന്നു അതാണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം നേരിട്ട് കാണുന്ന ഡോക്ടറുടെ തീരുമാനത്തിനാണ് എപ്പോഴും വാലിഡിറ്റി. അത്രയും മനസ്സിലായല്ലോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുള്ള 6 മാസം തന്നെയാണ് എടുക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മാസമുള്ള നോർമൽ കുഞ്ഞിന്റെ ഡെവലപ്മെന്റെങ്കിലും ആ കുട്ടി അറ്റൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ പറഞ്ഞ സ്റ്റഡീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. ഇത് കുറച്ച് അധികം പറയേണ്ടതുണ്ട്. നിങ്ങൾ പല സ്ഥലത്ത് പല അഭിപ്രായം കേൾക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പല അഭിപ്രായം വന്നതെന്നും പഠനങ്ങൾ എന്താണ് പറയുന്നതെന്നും എവിഡൻസ് എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയണം എന്നുള്ളതാണ് ഇത്രയും വിശദമായി ഈ ഒരു പാരന്റ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കമന്റിൽ മറുപടി പറയാതെ ഇവിടെ വന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ?